നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു വ്ളോഗ് ഞാൻ കഴിഞ്ഞ മാസം മെയ് 29 ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ കറക്റ്റ് ഒരു മാസമായല്ലേ. സാങ്കേതിക തടസ്സങ്ങൾ കാരണം എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഗൈസ്. അപ്പോൾ സോറി കേട്ടോ. ഹലോ ഹായ്. അപ്പം ഞങ്ങൾ ഇന്നൊരു മഴ ദിവസത്തിൽ ഞങ്ങൾ പാപ്പുവിനെ മുടി കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. മഴ മാറട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് മഴ ഈ അടുത്ത കാലത്തൊന്നും മാറുമോ തോന്നുന്നില്ല ഗൈസ്. എൻ്റെ പാപ്പുവിൻ്റെ മുടി ഉണ്ടോ ഒരു കോലമായി. അപ്പോൾ അവന് മുടി വെട്ടാൻ സമയമായി. 2 മാസം കൂടുമ്പോൾ അവന് മുടി വെട്ടാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മുടിയൊക്കെ വെട്ടി അവന് റെട്ടിയാക്കണം. പക്ഷേ ഒരു കാര്യം പറഞ്ഞ ഗൈസ്, മഴ എന്തൊരു മഴയാണെന്നറിയാമോ. നമ്മളിപ്പം ഉച്ചയോടെയൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കണ്ടേ, മഴ നിൽക്കുന്നില്ല. അവസാനം ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മഴയത്ത് തന്നെ അങ്ങ് ഇറങ്ങി. കാരണം മഴ തീർന്നിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഭയങ്കര മഴയാണ്. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു ശമനവും കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ പോകുന്നത് മാക്സിമം വെള്ളക്കെട്ടൊന്നും ഇല്ലാത്ത ഒരു റൂട്ട് പിടിച്ച് തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പട്ടം റോംസ് ആൻഡ് ട്രാക്ക് സോറി. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അവിടെ തന്നെയാണ് അവന് ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം എന്തായാലും നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, അയ്യോ എന്തൊരു കോലം ഇത്. അയ്യേ എടാ, നിന്റെ ഫാൻസ് ഒക്കെ വിഷമിക്കൂടാ നിന്റെ കോലം കണ്ടിട്ട്. ഫ്രണ്ട് ചാടല് കാടനെ പോലായി മുടിയൊക്കെ വളർന്ന്. അയ്യോ വെട്ടിപ്പിരിക്കണം എന്ന് കേട്ടാ. ഫ്രണ്ടിലോട്ട് ചാടാൻ നിക്കുന്നല്ലേ. എന്താണ് മര്യാദക്ക് ഇവിടെ ഇരിക്കണോ. അയ്യോ ചട്ടമ്പി ചെറുക്കൻ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് മഴ? ഇവിടെ ട്രിവാൻഡ്രത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട്. നമ്മളിപ്പം നാളെ ആവട്ടെ എന്ന് പറഞ്ഞാണ് ഇത്രയും നീണ്ടത്. മഴയ്ക്ക് മുന്നേ വെട്ടണമായിരുന്നു. പക്ഷെ നമുക്ക് ആ സമയത്ത് ടൈം കിട്ടിയില്ല. ഇപ്പം മഴ ആയപ്പോഴത്തേക്കും ഇറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. മിക്കയിടത്തും വെള്ളക്കെട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ആ ഒരു തമ്പാനൂര് കിഴക്കേക്കോട്ട ആ ഒരു ഏരിയയിലൊക്കെ വെള്ളക്കെട്ടാണെന്നാണ് തോന്നുന്നു. നമ്മൾ ആ സൈഡിലോട്ടൊന്നും പോയിട്ടേ ഇല്ല. നമ്മൾ ഈ ബൈപ്പാസ് വഴിയാണ് നമ്മൾ വന്നേ. അവിടെയും ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ മറ്റേ നമ്മുടെ ബൈപ്പാസ് നമ്മൾ ഈഞ്ചയ്ക്കൽ എത്തുന്നതിന് മുന്നേ ഒരു സൈഡിൽ ലെഫ്റ്റ് നന്നായിട്ട് വെള്ളക്കെട്ടുണ്ട്. പിന്നെ അങ്ങനെ അവിടെ ആയിട്ട് ചില സ്ഥലങ്ങളിലുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് മഴ. ഇതിപ്പം വേനൽ മഴയാണ്. ഇനിയിപ്പം അടുത്ത് നമ്മുടെ മെയിൻ മഴയൊന്നും അല്ല, ഇത് വേനൽ മഴയാണ് ഇപ്പൊ പെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ ഗൈസ്? വേനൽ മഴ പെയ്യുന്നത് വേനൽ മഴ പെയ്യുന്നത് മെയ് അവസാനമൊക്കെ ആവുമ്പോ. തുലാവർഷം ജൂണിൽ തുടങ്ങും അല്ലേ? അങ്ങനെയല്ലേ ഗൈസ്? ഞാൻ തെറ്റാണോ പറഞ്ഞത്? ഇപ്പൊ എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക. എന്റെ ഒരു വിശ്വാസത്തിൽ ഇത് വേനൽ മഴ ആണ്. തുലാവർഷം നമ്മുടെ സാധാരണ വരുന്ന ഒരു തുലാവർഷത്തിൻ്റെ ജൂൺ ആ ഒരു ടൈമിലല്ലേ? അങ്ങനെയല്ലായിരുന്നു പണ്ടൊക്കെ. എനിക്കറിയില്ല ഇപ്പൊ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പം ഇതിങ്ങനെ ആണെങ്കിൽ ഇനി ജൂൺ ജൂലൈയിലത്തെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇങ്ങനെ മഴ പെയ്ത് എങ്ങനെയാണ്? ചൂടായിരുന്നപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഒരിച്ചിരി മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പൊ സത്യം പറയല്ലോ, ഇച്ചിരി വെയിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അങ്ങനെയാണല്ലോ നമുക്ക്. ഇപ്പൊ നമ്മുടെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒന്നിനെ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റമാണ്. എനിവേസ് എന്തായാലും നമ്മളിതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇതിൽ റെമഡി ഉള്ളൂ. അല്ലാതെ പ്രകൃതിയെ നമുക്ക് നിയന്ത്രിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. എന്തായാലും നമ്മളിത് യൂസ്ഡ് ആവുക എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അല്ലേ പപ്പു? അല്ലേടാ കാട ചെറുക്ക നോക്കണോ. അയ്യോ ചെറുക്കനെ കാണുമ്പോൾ തന്നെ നന്നായിരുന്നു. മുടിയൊക്കെ വെട്ടുമ്പോൾ നല്ല സ്റ്റൈലാണ്. അത് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഇങ്ങനെ വളരും. ഞങ്ങൾ 2.5 മാസത്തിനകത്ത് രണ്ടാമത് വെട്ടും. ഇപ്പം അത് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എത്രയായി കാണും ചായ? ഇപ്പം പിന്നെ 3 മാസം അടുപ്പിച്ചായ കേട്ടോ. കുറച്ച് ലേറ്റ് ആയിപ്പോയി. സാരമില്ല ഏട്ടാ പാപ്പ, നമുക്ക് ഇപ്പം വെട്ടാം. ഇപ്പം വെട്ടി പിരിക്കുന്നുണ്ട് ഇങ്ങനെ. ഒന്നും നോക്കാതെ വെട്ടിച്ചെന്ന് കയറി. അല്ല, ഈ മഴ സമയത്ത് നമ്മുടെ ആളുകൾ വണ്ടിയൊക്കെ ഓടിക്കുന്നതിനെ കുറിച്ച് എന്താണ് ചേട്ടൻ അഭിപ്രായം?
നമ്മൾ മര്യാദയ്ക്ക് ഓട്ടിക്കുന്നത് ഒരു മണ്ടത്തരമാണ് ആക്ച്വലി. അങ്ങനെ നമുക്ക് എത്താൻ പറ്റില്ല, ഒരു സ്ഥലത്ത് എത്താൻ പറ്റില്ല. നമ്മളിങ്ങനെ നിൽക്കും, നമ്മളിങ്ങനെ കയറ്റി വിട്ടുകൊണ്ടേയിരിക്കും, ഒരുത്തം പോലും തിരിച്ച് വിട്ട് തരില്ല. ഒരു വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവില്ല. അത് എല്ലാവരും നിന്നിക്കണം, നമ്മൾ മാത്രം നിന്നിട്ട് കാര്യമില്ല. ഒരു ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും പോകണം. ഒരാൾ വിട്ടുകൊടുത്താൽ മതി, ഒറ്റ ആൾ വിട്ടുകൊടുത്താൽ സുഖമായിട്ട് പോകും. പറയാനല്ലാതെ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാനല്ലാതെ ആളുകളും കൂടെ ചിന്തിക്കണം. അതൊരു കാര്യമാണ് ഞാൻ പറഞ്ഞതൊരു ഭയങ്കര പോയിന്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഒരാൾ ജസ്റ്റ് ഒന്ന് നമ്മൾ വിചാരിച്ചു, ഞങ്ങൾ പലപ്പോഴും ഇതിപ്പം നമ്മൾ അങ്ങനെ പറയുന്നതല്ല, സീരിയസ് ആയിട്ട് പറയുന്നതാണ്. പല സാഹചര്യങ്ങളിലും ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പോട്ടെ, ആ ബ്ലോക്ക് ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുപാട് നേരം കാരണം ഞങ്ങൾക്ക് അങ്ങനെ എന്താ പറയുന്നത്, ഇപ്പം ഒന്നാമതായിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിരിക്കും ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വായു ഗുളിക വാങ്ങാനായിട്ട് പോകാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല. എന്താ പറയണത്, ആരും വിട്ടില്ലെങ്കിലും നമുക്കെങ്കിലും വിടാം എന്നുള്ളൊരു രീതിയിൽ. അപ്പം നമ്മൾ വിടുന്നത് കണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് 1-2 പേരെങ്കിലും. എന്താ ഞാൻ വിട്ട് കൊടുക്കുമ്പോ എന്റെ പറയാൻ നിൽക്കുന്നവർക്ക് പോകാൻ പറ്റൂല, മനസ്സിലായി? അപ്പൊ ഒരു സൈഡുള്ള ബ്ലോക്ക്, ഒരു സൈഡുള്ള ഇത് നിന്ന് മൊത്തത്തിൽ, മനസ്സിലായി? അതാണ്, ഒരാൾ വിട്ടുകൊടുത്താൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നിങ്ങൾ പ്രത്യേകിച്ച് ഈ മഴക്കാലം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ആക്സിഡന്റും കേസും ഒക്കെ ഉണ്ടാവും. ട്രാഫിക്കും നന്നായിട്ട്, ട്രാഫിക്ക് മാത്രമല്ല ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരാൾ മാറ്റി ചിന്തിക്കുമ്പം അതിൻ്റെ പിറകെ കുറേ പേരെങ്കിലുമൊക്കെ മാറ്റി ചിന്തിക്കും. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ പാപ്പുവിൻ്റെ ഷോപ്പ് എത്തി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പാപ്പുവിന് ഹെയർ കട്ടിനൊക്കെ എന്താ പറയുക, ഇത് ഗ്രൂമിങ്, ഹെയർ കട്ടും ഹെയർ വാഷും ഒക്കെയാണ് ചെയ്യുന്നത് മെയിനായിട്ട്. പിന്നെ ഹൈജീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ മൊത്തം ഒരു 3-4 മണിക്കൂറുണ്ട് അവൻ്റെ ബ്രൂട്ടീഷ്യൻ ചെയ്യാനായിട്ട്. ഏകദേശം അത്രയും സമയം എടുക്കും. അപ്പോൾ നമുക്ക് ആ ടൈം കൊണ്ട് കുറച്ച് പരിപാടികളുണ്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റിലൊന്ന് പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ ഡീക്കാത്തിലൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പം പാപ്പുവിനെ കയറ്റുന്നവരെ കുറച്ചൊന്ന് മഴ, ഒരിച്ചിരി മഴ ഒന്ന് കുറഞ്ഞു. ഇപ്പം വീണ്ടും ഭയങ്കര മഴ ഗൈസ്. ഇപ്പം ഈ കാറിന്ന് ഇറങ്ങി പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ട്. പക്ഷെ ഹൈപ്പർ മാർക്കറ്റ് കുഴപ്പമില്ല, നമുക്ക് കാണാം താഴെയാണല്ലോ നമ്മൾ പാർക്കിംഗ് കിട്ടുകയാണെങ്കിൽ നമ്മൾ നനയേണ്ടി വരത്തില്ല. അതർവൈസ് ബാക്കി ഏത് ഷോപ്പിൽ പോകണമെങ്കിലും നല്ല നനയും. പിന്നെ നമ്മൾ ക്യാപ്പ് വയ്ക്കുന്നുണ്ട്, കാരണം കുട എടുത്താലും വലിയ, കാരണം ഓൾമോസ്റ്റ് നമ്മൾ കുറച്ചൊക്കെ നനഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പോവാണ്. ചില സമയത്ത് നമുക്ക് ചില മിസ്റ്റേക്കുകൾ വരും, അറിയാതെ, മനുഷ്യരാണ്. പക്ഷെ അത് അടുത്ത പ്രാവശ്യം നമ്മൾ റെക്ടിഫൈ നോക്കണം. ചിലവർ അത് ചെയ്യൂല. എങ്ങനെ മറ്റുള്ളവർ എങ്ങനെ ബുദ്ധിമുട്ടിക്കുക? എനിക്ക് ബിരിയാണി കിട്ടണം, നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബിരിയാണി കിട്ടണം. അവിടെ ബിരിയാണി ഇല്ലടേ. നിങ്ങൾ എല്ലാവരും മര്യാദയ്ക്ക് പോയാൽ നമുക്ക് എല്ലാവർക്കും ബിരിയാണി കിട്ടും. എനിക്ക് തോന്നുന്നത് ഇത് മിക്ക ആളുകൾക്കും, വണ്ടി ഓടിക്കുന്ന മിക്ക ആളുകൾക്കും ഒരു മത്സരം പോലെയാണ്. ചിലവർക്കാണെങ്കിൽ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു റേസിംഗ് ട്രാക്കിൽ നിൽക്കുന്ന പോലെയാണ് ചില വണ്ടി ഓടിക്കുന്നത്. ഇനി മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇവർ ഈ കിടന്ന് റഷ് കാണിക്കുന്നതെന്നുള്ളത്. എന്നുവെച്ചാൽ അവിടെ സിഗ്നലാണ്, ഇവിടെ നിന്ന് സ്പീഡിൽ പോകും, കൊണ്ട് പോയിട്ട് അവിടെ പോയി സിഗ്നലിൽ നിൽക്കും. നിങ്ങൾ പതുക്കെ പോയാലും സിഗ്നലിൽ തന്നെ നിൽക്കാൻ പോണത്. അവിടെ വ്യത്യാസമൊന്നുമില്ല, മനസ്സിലായോ? ഇല്ല, ഞാൻ സിഗ്നലിൽ എത്തിയത് നിങ്ങൾ കണ്ടോ? എനിക്കൊരു അവാർഡ് തരമോ? അത്ര മാസമാണ് ഞാൻ, മാസം. അയ്യോ എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഓടിക്കുന്ന ഇൻഡിക്കേറ്റർ ഇടൂല, ഇൻഡിക്കേറ്റർ ഇടുകയില്ല. ഇൻഡിക്കേറ്റർ ഉണ്ടെന്ന് പോലും അവന്മാർക്ക് അറിഞ്ഞു. മുഴുവനും പൊട്ടയാണല്ലേ. അമ്മോ, ഒരിക്കൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട്, എനിക്കാണ് പ്രത്യേകിച്ച്, ഞാൻ നീറ്റായിട്ട് ഓട്ടിക്കുന്ന ആളാണ്. ഞാൻ എന്നെ പൊക്കി പറയണല്ലേ, ഞാൻ നീറ്റായിട്ട് ഓട്ടിക്കുന്ന ആളാണ്. അല്ല കുഴപ്പമില്ല, ഞാൻ എന്റെ കാര്യം പറയണ മക്കളെ, അത് മറ്റൊരാൾക്ക് പ്രചോദനമാണെങ്കിൽ ആവട്ടെ, മനസ്സിലായോ? നമ്മൾ നീറ്റായിട്ട് ഓട്ടിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ കറക്റ്റ് സമയത്തിന് എത്തും. നമ്മൾ റഷ് ഡ്രൈവിംഗ് ആണോ, ഒന്നി ആക്സിഡന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ 10 പേരുടെ ചീത്ത വിളിയെങ്കിലും കേൾക്കണം, അന്നത്തെ ദിവസം പോകും നമുക്ക്, മനസ്സിലായി? നമ്മൾ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാനാണ് ആദ്യത്തെ റൂള്. നമ്മുടെ റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കാരണം മറ്റൊരാൾ ബുദ്ധിമുട്ടരുത്, അല്ലാതെ മറ്റുള്ളവർ ബുദ്ധിമുട്ടിയാലും നമ്മൾ പോകണം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ റോഡിൽ പോകുന്നവരുടെ ഇത് നമ്മൾ ആക്സിഡന്റ് മാറേ ഇല്ല.
ചിലപ്പോ ആക്സിഡന്റ് ഉണ്ടാവും. നമ്മളെല്ലാം ശ്രദ്ധിച്ചാലും ആക്സിഡന്റ് ഉണ്ടാവും. അത് വിധിയാണ്. പക്ഷെ നമുക്ക് ഉണ്ടാക്കാതിരിക്കാനും നോക്കാം. അറ്റ്ലീസ്റ്റ് ഇൻഡിക്കേറ്റർ ഞാനും ഒരുപാട് തവണ ശ്രദ്ധിക്കാറുണ്ട്. ഇടൂല, എന്നിട്ട് ഒറ്റ ഓടിയാണ്. നമ്മൾ കാണാൻ പോലും ഇത് ആരുടെ ഇത് ഇവിടെ മരം ഭൂതമേ നീ വന്നത്. നേരെ പോയിട്ട് ഒറ്റ ഓടി ഓടിക്കും. ഇങ്ങനെ ഓട്ടോ ഒരുപാട് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ ഓട്ടോ ഡ്രൈവർക്കാരെ ഞാൻ പറയണേ. അത് പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം. ഓട്ടോക്കാരുടെ ഓട്ടിപ്പ് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നത് കൊണ്ട്, നമ്മൾ ഓട്ടോയിൽ സഞ്ചരിച്ചിട്ടുള്ളത് കൊണ്ട് അവരുടെ ഒരു ഓട്ടിപ്പ് നമുക്ക് അറിയാം. പിന്നെ ഓട്ടോ കുറച്ച് ചെറിയ വണ്ടിയാണ്, അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോവാം. അത് അവർ ഓട്ടിക്കുന്നത് മോശം തന്നെയാണ് പലരും, എല്ലാവരും. പക്ഷെ ഈ വലിയ കാറും ജീപ്പും ഒക്കെ ഓട്ടിക്കുന്നവര് ഇങ്ങനെ ഓട്ടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓട്ടോ ചെറിയ വാഹനമല്ലേ, അവർക്ക് ഒന്നാമത് അവർ കുറച്ച് സ്ലോയിലേ പോകും. ഒരുപാട് സ്പീഡൊന്നും അവർക്ക് പോകാൻ പറ്റത്തില്ല. അത് ശരിയാണ്. ഇതിപ്പോ വണ്ടി ഓടിക്കുന്ന മിക്കവർക്കും ഉള്ള ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഇച്ചായനും കാണിക്കുന്നത്. അങ്ങനെ ഫ്രസ്ട്രേഷൻ എനിക്ക് ഉണ്ട്. അത് നമ്മൾ ഒരുപാട് മര്യാദക്കാരാകുമ്പോഴത്തേക്കാണ് നമുക്ക് ഫ്രസ്ട്രേഷൻ വരുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഞാൻ ചിലപ്പോ ചിന്തിക്കേ ഞാൻ ഇങ്ങനെ തന്നെ ഓട്ടിക്കാം, ഒന്നും ചെയ്യണ്ട, ഇന്ന് ഞാൻ അവിടെ കഷ്ടപ്പെടണോ, ഞാൻ വെറുതെ ഓട്ടിക്കാം. പക്ഷെ അത് അടുത്ത നിമിഷം എനിക്ക് മാറും. അടുത്ത നിമിഷം ഞാൻ ചിന്തിക്കും എന്തോന്ന്, എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്യണം. ശരിയാണ്, ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. മനസ്സിലായി, എല്ലാവരും അത് ചെയ്യണം. അപ്പൊ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു വ്യത്യാസം. അതെ, സത്യം. ഈച്ചാന്റെ എന്താ പറയണത്, ഒരു കാറ് ഓട്ടിക്കുന്ന ഒരാളുടെ എന്താ പറയണ രോദനമാണ് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് ഇതൊരു പ്രശ്നമല്ല. പക്ഷെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്തവർക്ക് ഇങ്ങോട്ട് ബുദ്ധിമുട്ട് കിട്ടുമ്പോൾ നല്ല പ്രശ്നമുണ്ട്, നല്ല ദേഷ്യവും വരും. അതാണ് മനസ്സിൽ. ചിലവർക്ക് കേൾക്കുമ്പോൾ ഇവ ഈ ഇന്ത്യയിലൊന്നും അല്ലല്ലോ ജനിച്ചത് എന്നുള്ളത്. ഞാൻ ഇന്ത്യയിൽ തന്നെ ജനിച്ചത്, പക്ഷെ ഞാൻ അങ്ങനെയല്ല ഓട്ടിക്കുന്നത്. ഞാൻ എല്ലാവരെ പോലെ റഷ് ഡ്രൈവിംഗ് ഓട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. വിട്ടുകൊടുത്താണ് ഓട്ടിക്കുന്നത്. ഒരാള് നിൽക്കുന്നു, ഞാൻ എത്ര ദൂരം കണ്ടാലും ഞാൻ നിർത്തും. ഞാൻ എന്നെ പൊക്കി അടിക്കുന്നതല്ല, പക്ഷെ സത്യമാണ്. ഇവിടെ ചോദിച്ചു സത്യം അല്ല കേട്ടോ, ഇത് ഈ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സത്യമാണ്. കാരണം ഞാനിപ്പോ നമ്മുടെ STO എടുത്തിട്ടിപ്പം 3 വർഷമാകുന്നു, 3.5 വർഷം കഴിഞ്ഞു. ഇതിപ്പോ ഈ വണ്ടി ഇപ്പം കുറച്ച് നാളായി ഓടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇച്ചാൻ്റെ കൂടെ ഡ്രൈവ് കാറിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷം അടുപ്പിച്ചാവുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ വളരെ പിന്നെ സ്ലോയിൽ നിന്ന് അങ്ങനെയല്ല, ഒരു എന്താണോ നമ്മുടെ സ്പീഡ് ലിമിറ്റ് പറയുന്നുണ്ടോ അതിലും കുറച്ച് താഴെയായിട്ടാണ് ഓട്ടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് പിന്നെ പലപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിൽ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് പൊക്കോട്ടെ. പക്ഷെ തിരിച്ച് നമ്മളങ്ങനെ വിട്ടു കൊടുക്കുമ്പം എതിരെ വരുന്ന ആൾക്കാർ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഒരാൾ പോലെ തിരിച്ച് നമ്മൾ ഇത്ര നേരമായിട്ട് ബ്ലോക്ക് തീരും. അതെ, അവിടെ നിന്ന് ഒരുത്തം പറന്നു വരും. അപ്പൊ നമുക്ക് കയറാൻ പറ്റും. പിന്നെ അടുത്തവൻ പറന്നു വരും. മനസ്സിലായോ? അപ്പൊ അവര് ചിന്തിക്കുന്നില്ല നമ്മൾ കുറെ നേരമായിട്ട് ഇങ്ങനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്, അവര് പൊക്കോണ്ടിരിക്കുക. അപ്പൊ അവര് തിരിച്ച് ചിന്തിക്കണ്ടേ, നമ്മൾ കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കുകയല്ല, അപ്പൊ ഇവര് പോകണ്ടേ അടുത്ത്. അപ്പം ആ ഒരു കൺസിഡറേഷൻ ഒരുപാട് ഇന്ന് ഞാനും കാണാറില്ല കേട്ടോ. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞൊരു പിന്നെ എന്താ പറയുന്നത്, മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു റഷ് ഡ്രൈവ് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളൊരു കാര്യമാണ് നമ്മുടെ ബൈപ്പാസിലുള്ള സ്പീഡ് ട്രാക്ക്. അത് ഇപ്പൊ നമ്മൾ എന്താ പറയുക, ആ ഒരു സ്പീഡിനനുസരിച്ചാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോങ് ഒരു ഡ്രൈവാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും റൈറ്റ് സൈഡിലാണ് ഞങ്ങൾ സ്പീഡിലുള്ള ഇച്ചാൻ ഓടിക്കുന്ന സ്പീഡിനനുസരിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷെ വളരെ സ്ലോയിൽ പോകുന്ന ബൈക്കും പിന്നെ അതിനും കാണാൻ സ്ലോയിൽ പോകുന്ന കാറും ഒക്കെ സ്പീഡ് ട്രാക്കിൽ പോകാറുണ്ട്. അതും നമ്മള് അപ്പുറത്തെ സൈഡിൽ കൂടെ ഇടത്തെ സൈഡിൽ കൂടെ ഓവർടേക്കാൻ പാടില്ല. പക്ഷെ നമുക്ക് നിവർത്തിയില്ലാതെ അവസാനം ചെയ്യേണ്ടി വരും. ഓവർടേക്കാനേ പാടില്ല, പക്ഷെ അത് ഗതികെട്ട അവസാനം നമ്മൾ ചെയ്യും. അതെന്തുകൊണ്ടാണ് ഈ ഒരു വലിയ അത് മാറൂല, നമുക്ക് പോണ്ടേ. ഇതിപ്പോ എല്ലാരും അല്ല കേട്ടോ, ഇതിപ്പോ നമുക്ക് ഫീൽ ചെയ്ത് നമ്മള് വണ്ടി ഓടിക്കുമ്പം കുറച്ച് പേരെങ്കിലും അപ്പം എന്താ പറയണത് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് ഇതൊരു റിക്വസ്റ്റ് ആയിട്ടാണ് പറയാനുള്ളത്. കാരണം ഇതിപ്പോ നമ്മുടെ ഒരു അശ്രദ്ധ കുറവുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മിസ്റ്റേക്കും ഉണ്ട്. ഈവൻ ഞാൻ ഇച്ചാനോട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇച്ചാൽ നമുക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, നമുക്ക് എന്ത് പറ്റിയാലും എന്താ പറയണത് വിഷമം ഉണ്ടാവും. പക്ഷെ എന്നാലും അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ വേറൊരാൾക്ക് എന്തെങ്കിലും നമ്മൾ കാരണം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത്
എൻ്റെ മരണം വരെ, ഞാൻ തുറന്നു പറയാം, എൻ്റെ മരണം വരെ എനിക്കത് സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയാണ്. അതുപോലെ എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ റോഡിലുണ്ടാവുന്ന ആക്സിഡൻറ്റും അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ഒരു മാനുഷിക പരിഗണന എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത്. ഇത് ഇന്നേ വരെ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, പക്ഷെ ഇപ്പം സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ മഴ സമയത്താണെങ്കിൽ പോലും ആ ഒരു റഷ് ഡ്രൈവ് കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറയണതാണ്. എന്താ പറയണത്, ഇതുപോലത്തെ എന്താ പറയണത്, നമ്മൾ റോഡ് നിയമങ്ങൾ കഴിവതും എന്താ പറയണത് പാലിക്കാനായിട്ട് ശ്രമിക്കുക. അത്രേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നങ്ങ് ഉപദേശിച്ചതാണോ, നിങ്ങൾ ആരുടെയോ, നിങ്ങൾ ഉപദേശിക്കാം, നിങ്ങൾ ആരുടെ ഇതൊക്കെ പറയും. മര്യാദയ്ക്ക് ഓടിക്കുന്ന എല്ലാവർക്കും ഇത് കണക്ട് ആവും. മര്യാദയ്ക്ക് ഓടിക്കുന്ന എല്ലാവർക്കും ഇത് കണക്ട് ആവും. അതെ അതെ, സത്യം. പറയുന്ന കാര്യമാണ്. അതുപോലെ വണ്ടി പക്ഷെ മര്യാദയ്ക്ക് ഓടിക്കാത്തവർക്കായിരിക്കും ഇതെന്തിനു ഇവര് പറയണമെന്ന് തോന്നുന്നത്. അങ്ങനെയുള്ളവരായിരിക്കും ഇവര് പറയണെന്നുള്ള രീതിയിൽ ഇതിടാം. വണ്ടി സ്നേഹിക്കുന്നവർക്കും അത് കുറെ മനസ്സിലാവും. നമ്മളിപ്പോ വണ്ടി സ്നേഹിക്കുന്നവരും അങ്ങനെ റഷ് ഡ്രൈവ് ഒന്നും ചെയ്യൂല, ഈ ഷോ ഓഫ് കാണിക്കാനോ അങ്ങനെയൊന്നും ചെയ്യൂല. കാരണം നമ്മൾ വണ്ടി എന്ന് പറയുന്നത് ഒരു ജീവനാണ്. ഞങ്ങളുടെ വണ്ടിയുടെ പേര് ക്യാപ്റ്റനാണ്. അവനും ഒരു ജീവനുണ്ട്. നമ്മളെ പോലെ അവനെയും സുരക്ഷിതമാക്കണം, റോഡിൽ കൂടെ പോകുന്ന മറ്റുള്ളവരെയും സുരക്ഷിതമാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലൂടെ ഉണ്ട്. അപ്പം ഇത് നിങ്ങൾ ആരെയും ഉപദേശിക്കാറൊന്നും അല്ല ഗൈസ്, നമ്മുടെ മനസ്സിൽ തോന്നിയത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ ലുലു എത്താറായി, ഇങ്ങനെ സംസാരിച്ച് ലുലു എത്താറായി. അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി. അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയി ഒരു ചായയും കടിയും കൂടെ കഴിക്കാൻ ഇരുന്ന് ഇച്ചിരി വിശന്ന് തുടങ്ങി. അപ്പം നല്ല മഴയുണ്ട്. ഇപ്പം നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാം അല്ലേ. അങ്ങനെ കട്ടനും പപ്സും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് സെറി പെർഫ്യൂമിലോട്ടാണ്. ഡയറക്റ്റ് പോയി ചൂസ് ചെയ്ത് പെർഫ്യൂം എടുക്കണമെന്നുള്ള കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പോയത്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബന്ധുക്കളൊക്കെ വരുമ്പോഴത്തേക്കും പെർഫ്യൂമൊക്കെ കൊണ്ടുവരും. അപ്പം അങ്ങനെ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ പെർഫ്യൂം വാങ്ങുന്നത് വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ് പോയി ചൂസ് ചെയ്ത് പെർഫ്യൂം എടുക്കുന്നത്. ഇതാണ് ഇച്ചാനും ഇഷ്ടപ്പെട്ട ഫസ്റ്റ് സെക്കൻഡ് എൻ്റെ ഫ്രൂട്ടിൻ്റെ. ഇതും ഫ്ലോർ അത്ര ആയിട്ടില്ല. ഇതിപ്പം ലാസ്റ്റ് വാനില. ഇത് ഭയങ്കര ഫസ്റ്റ് കോഫിയുടെ അല്ലേ. ഇതാണോ കോഫി? ഇതാണ്. കൊള്ളാം അല്ലേ. ഇതിപ്പം ഇത് മൂന്നുമാണ്. ഇപ്പം ഭയങ്കര കുറവായി, തീരെ കോഫിയുടെ ഇത് കൊള്ളാം കേട്ടോ. ഇത് യൂണിസെക്സ് ആണല്ലേ. അപ്പം ഇത് എടുത്താലോ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേർക്ക് യൂസ് ചെയ്യാമല്ലോ. ഇത് കൊള്ളാം, ഇതും കൊള്ളാം. 50 ml 3 എടുക്കുകയാണെങ്കിൽ 3500. 100 ml പൈസ വരുന്നത് ആ റേറ്റിന് സമയം 50 ml 3 ബോട്ടിലായിട്ട് ചൂസ് ചെയ്യും. 3 എടുത്തോ? അങ്ങനെ ഞങ്ങൾ 3 പെർഫ്യൂമാണ് ചൂസ് ചെയ്തത്. 15 ml 3 ഡിഫറെന്റ് ആയിട്ടുള്ള 3 സ്മെല്ലാണ്. 3500 ആണ് റേറ്റ് വരുന്നത്. ഫസ്റ്റ് വന്നിട്ട് YSL ബ്ലാക്ക് ഒപ്പിയാണ്. ബ്ലാക്ക് കോഫിയുടെയും ഫ്രൂട്ടിന്റെയും ഫ്ലോറലിന്റെയും വാനില എസൻസിന്റെ ഒക്കെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. കൂടുതലായിട്ട് ബ്ലാക്ക് കോഫിയുടെ സ്മെല്ലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സെക്കൻഡ് വന്നിട്ട് വിക്ടോറിയൻ സീക്രട്ട് ബോം ഷെല്ലാണ്. ഇതൊരു സിട്രസ് ഫ്രൂട്ടിന്റെ ഒരു സ്മെല്ലാണ്. തേർഡ് വന്നിട്ട് ഗുഡ് ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇതൊരു ഫ്ലോറൽ കൈൻഡ് ഓഫ് ഒരു പെർഫ്യൂമാണ്. അപ്പോൾ 3 ഡിഫറെന്റ് ആയിട്ടുള്ള സ്മെല്ലാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു മാസമായിട്ട് യൂസ് ചെയ്യണത്. മെയ് 29 ഞാൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്തത്. ഒരു മാസം യൂസ് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാണ് ഇത് ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ സർവീസ് പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാനും ചോദിച്ചാലും ഒരുപാട് ടൈം എടുത്താണ് ഈ 3 പെർഫ്യൂമും ചൂസ് ചെയ്തത്. കാരണം എനിക്ക് ഭയങ്കര സ്ട്രോങ് സ്മെല്ല് ഇഷ്ടമല്ല, അതുപോലെ തന്നെ ഭയങ്കര കാമായിട്ടുള്ള സ്മെല്ലും ഇഷ്ടമല്ല. രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന സ്മെൽസാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടോ. നല്ല ഒരു വലിയൊരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഭയങ്കര കൂടിയ ബ്രാൻഡിൻ്റെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല പെർഫ്യൂം കേട്ടോ. 3 നല്ല സെല്ലിംഗ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. എന്തായാലും അടിപൊളി. മണപ്പിച്ച് നടക്കും. അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ ദിവസവും കുളിക്കും. ഞാൻ 2 ദിവസം കൂടുമ്പോൾ കുളിക്കുന്ന ആളല്ല ഞാൻ. പിന്നെ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോയത്. ഭയങ്കര തിരക്കായിരുന്നു. സ്കൂൾ തുറക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നിന്ന് തിരിയാൻ സ്ഥലമില്ലായിരുന്നു. ഷടയപടയെന്ന് പോയി സാധനങ്ങൾ എടുത്തു പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും പാപ്പുവിൻ്റെ അടുത്തോട്ട് അല്ലേ നമ്മൾ ഡീക്കാത്തലിലോട്ടാണ് പോണത്. കുറേ നേരമായിട്ട് ഡീക്കാത്തലിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് ടവല് ഡീക്കാത്തലിൻ്റെ ടവലൊക്കെ നല്ലതാട്ടോ. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ വാഷ് ചെയ്തിട്ട് അടുത്ത് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്ട്രാ 1-2 കൂടെ വേണം. പിന്നെ പാപ്പുവിന് തോർത്താനായിട്ടും 1 വാങ്ങണം. അപ്പം അങ്ങനെ ഡീക്കാത്തലിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകണം. ഇപ്പം മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് ശമനമായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ലുലുവിലെ നമ്മളിപ്പോൾ വിചാരിക്കും ഇപ്പം കുറച്ച് സാധനങ്ങളെല്ലാം എടുക്കാനുണ്ടെന്ന് പറയും. എങ്ങനെ നോക്കിയാലും നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു 1000-2000 രൂപ അടുപ്പിച്ചാവുമല്ലേ. അതെങ്ങനെയാണെന്നുള്ള പിടി കിട്ടുന്നില്ല. നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ കഴിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കും. ഞങ്ങൾക്ക് പിന്നെ ലുലുവിൽ ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുവിൽ മാത്രം കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ചീര എന്താ പറയണത് ചോപ്പ് ചെയ്ത സംഭവം. കാരണം ചീര ചോപ്പ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് തന്നെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. എനിക്ക് ചീര ചോപ്പ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പം ചീരയുടെ ആ ഒരു മെഴുക്കുവരട്ടി അല്ലെങ്കിൽ തോരനുള്ള ആ പാക്കറ്റ് അത് ഞങ്ങൾ എന്താ പറയുക ലുലു വരുമ്പോഴത്തേക്കും എടുക്കുന്ന ഒരു സാധനങ്ങളിലൊന്നാണ്. പിന്നെ അവിയലിൻ്റെ കഷ്ണങ്ങൾ, പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ. ഇതൊക്കെ ആണെങ്കിൽ എന്താണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇപ്പം ഞങ്ങൾ 2 പേര് മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് 2 പേർക്കും എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചുകൂടെ. എല്ലാ പച്ചക്കറികളും അവിയലിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെലക്റ്റീവായിട്ട് എടുക്കുന്നതിനേക്കാളും ആ ഒരു പാക്കറ്റ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ലാഭകരമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ എന്താ പറയുക തൊലിച്ച് വെച്ചിരിക്കുന്ന തൊലിച്ചെന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും പ്രശ്നമാണ്. തൊലി കളഞ്ഞത്. ഇനിയിപ്പോൾ ആ തൊലിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ അയ്യോ ഞാൻ ചീത്ത വിളിച്ചെന്ന് വല്ലതും പറയും. ഞങ്ങൾ ട്രിവാൻഡ്രത്തൊക്കെ ഞങ്ങളിങ്ങനെ തൊലി കളഞ്ഞതിന് ഞങ്ങൾ തൊലിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അതാണ് സംഭവം. തൊലി കളഞ്ഞ വെളുത്തുള്ളി പിന്നെ അതൊക്കെ ഇവിടെ കിട്ടും. വേറെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊന്നും അത് കിട്ടത്തില്ല. പിന്നെ ഇവിടുത്തെ ക്രുസാൻ അത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എപ്പോഴും എടുക്കാറില്ല, വല്ലപ്പോഴൊക്കെ വരുമ്പോൾ കൊതി തോന്നുമ്പോഴത്തേക്ക് അങ്ങനെ എടുക്കും. പിന്നെ നമ്മൾ ഇത്തവണ ഒരു സാധനം കൂടെ നമ്മൾ എക്സ്ട്രാ 1 വാങ്ങിച്ചു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അതിൻ്റെ കുനാഫ ഞങ്ങൾ ഇന്ന് വരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത് അവിടെ ഒരു കൗണ്ടറിൽ കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു കുറച്ച് അതെങ്ങനെയാണ് ടേസ്റ്റ് നമുക്കറിയില്ല. ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞാൽ ഒരു കുനാഫയുടെ ഒരു ചെറുത് ഒരു 100 ഗ്രാം അത്രേ വാങ്ങിച്ചുള്ളൂ. എങ്ങനെയാണ് ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലെന്ന് അറിയില്ലല്ലോ. സോ അതാണ്. പിന്നെ കുറച്ച് പച്ചക്കറി, വെളുത്തുള്ളി, ഇത് ഇഞ്ചി, പിന്നെ തക്കാളി, സവാള, ഉള്ളി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ മീൻ ഫ്രഷ് ആണെങ്കിൽ ചിലപ്പം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മറ്റേ കണ്ണ് കാണുമ്പോൾ ഇച്ചതിനെ അറിയാൻ പറ്റും ഫ്രഷ് ആണോ ഇല്ല. ജയ കണ്ണെങ്ങനെ ഇരിക്കും? എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ പൊതുവെ അങ്ങനെ പറയാറുണ്ട്. അയ്യോ എന്റെ അടുത്ത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ചുവന്ന കണ്ണുണ്ടെങ്കിൽ അത് ഫ്രഷ് അല്ലെന്നല്ലേ എന്റെ അടുത്ത് പറയുന്നത്. ചുമന്ന കണ്ണെന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ രക്തം മൊത്തം പുറത്ത് വന്ന് കട്ടയായി കഴിഞ്ഞു. ഇത് ഇച്ചായന്റെ തിയറിയാണ്. ശരിയാണോ ഇല്ലെന്നുള്ളത് അറിയത്തില്ല. ചുവന്ന് കണ്ണിരിക്കുകയാണെങ്കിൽ അത് ഫ്രഷ് അല്ല എന്ന് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ നെയ്മീൻ്റെ തലയുടെ കഷ്ണം വാങ്ങാറുണ്ട്. അത് നല്ലതാട്ടോ. നല്ല ഫ്രഷായിട്ട് ഇന്ന് വാങ്ങിച്ചിട്ട് ഇന്ന് വരെ അതൊരു ഫ്രഷ്നെസ് ഇല്ലാതെ തോന്നിയിട്ടില്ല. അത് സൂപ്പറാണ്. പിന്നെ ഞങ്ങളിപ്പം മത്തി അച്ചാർ ഇട്ടിട്ടുണ്ട്. അത് ഇവിടുന്ന് ക്ലീൻ ചെയ്ത് മത്തി ഞങ്ങൾ 1 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയാണ്. കാരണം നമുക്ക് മത്തി അച്ചാറൊക്കെ ഇടണമെങ്കിൽ ഇരുന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടില്ലാത്തവർക്ക് കുഴപ്പമില്ല. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം അതൊക്കെ കുറച്ച് കൺവീനിയൻ്റ് ആണ്. നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ കൺവീനിയൻ്റ് ആണ്. പിന്നെ എനിക്ക് ചിക്കനിലാണെങ്കിൽ ചിക്കൻ്റെ സ്കിന്ന് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇവിടെ കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതിൽ സ്കിന്ന് അവർ കളഞ്ഞിട്ടാണ് തരുന്നത്. അപ്പോൾ അതെനിക്ക് അത്ര അങ്ങനെ ഇഷ്ടമല്ല. ഇവിടെ ആകുമ്പോൾ സ്കിന്ന് നമ്മുടെ ലുലുവിൽ സ്കിന്നോടെ കിട്ടും. അപ്പോൾ അത് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സ്കിന്നിൽ നിന്ന് വരുന്ന ഒരു നെയ്യൊക്കെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്കിഷ്ടമാണ്.
അപ്പൊ മൊത്തത്തില് എനിക്ക് ലുലു ഇഷ്ടമാണ്. പക്ഷെ നമ്മളിങ്ങനെ എന്തെടുത്താലും ഒരു റേറ്റിലോട്ട് എത്തും. അങ്ങനെയല്ല, നമ്മൾ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ കൂടെ എക്സ്ട്രാ എടുക്കുന്നു. നമ്മൾ ആവശ്യമില്ലാത്ത എന്തെടുത്തത് നമ്മൾ പിന്നെ എന്താ പറഞ്ഞ ആവശ്യമുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. പാല് മാത്രമല്ല നമ്മൾ എടുക്കുന്നത്, പലഹാരങ്ങൾ എടുക്കും, ഫ്രൂട്ട്സ് എടുക്കും. ഫ്രൂട്ട്സ് ഇന്ന് അൽഫോൺസ് മാങ്ങ എടുത്തെടുത്തു. കാരണം നമുക്ക് അത് ഈ സീസൺ മാങ്ങ സീസൺ വന്നതിന് ശേഷം ഞങ്ങൾക്ക് അൽഫോൺസ് കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. പോകുമ്പോ മിക്കടുത്ത് പോകുമ്പോൾ തീരും. ഇവിടെ തന്നെ ലുലുവിൽ 1-2 വന്നപ്പോഴും അത് ഇല്ലായിരുന്നു. വേറെ വേറെ ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തിരുന്നു. അൽഫോൺസ് ഇന്ന് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടി. അതിപ്പോ അൽഫോൺസ് എടുത്തിട്ടുണ്ട്. അല്ലാതെ എന്താ എടുത്തത്? അങ്ങനെയൊന്നും എടുത്തില്ല ഗൈസ്. ആവശ്യമുള്ള മാത്രമൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. പക്ഷെ എങ്ങനെ എടുത്താലും അവസാനം കറങ്ങി തിരിഞ്ഞ് ഒരു കുറച്ച് റേറ്റ് വരും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ ഡിക്കാത്തലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. മഴയൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ഡിക്കാത്തലിൽ വന്നതിന്റെ മെയിൻ കാര്യം തന്നെ ഈ ഒരു ടവലാണ്. ഇത് മൈക്രോ ഫൈബറിന്റെ ടവലാണ്, ലാർജ് സൈസാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് കുളിച്ചൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ടവൽ ഉണങ്ങി കിട്ടും, മൈക്രോ ഫൈബർ ആയതുകൊണ്ട്. ഇതിന്റെ ലാർജ്, മീഡിയം, സ്മോൾ ഉണ്ട്. സ്മോളൊക്കെ നമുക്ക് ഫേസ് ടവലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കുട മേടിച്ചു കേട്ടോ. അതും ഈ പെട്ടെന്ന് ഈ മഴക്കാലത്ത് ഉണങ്ങുന്ന ടൈപ്പ് ഉള്ള ഒരു മെറ്റീരിയലുള്ള കുടയാണ്. അത് ഓഫർ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇച്ചാന് ഷൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രത്യേകതരം ഷൂസ് ആട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ മഴക്കാലത്ത് നമുക്ക് ഇപ്പോൾ റിവർ എന്താ പറയുക ക്രോസ് ചെയ്യാനൊക്കെ ആളുകൾ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു തരം ഷൂസ് ആണ്. നമുക്കത് ഇട്ടതായിട്ട് പോലും ഫീൽ ചെയ്യാത്ത ടൈപ്പ് നല്ല അടിപൊളി ഷൂസ് ആട്ടോ. ട്രൈ ചെയ്തു. സൈസ് കറക്റ്റാണോ? മനസ്സിലായ പിന്നെ ഇത് മൈക്രോ ഫൈബറിന്റെ തന്നെ നമുക്ക് കുളിച്ചതിന് ശേഷം മുടി ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ടവലാണ്. അപ്പൊ ഇത് ഞാൻ ഒരു 2 എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ മഴക്കാലത്ത് ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതൊക്കെ ഡിക്കാത്തലോണിന്റെ കുപ്പിയാണ്. എനിക്ക് തോന്നുന്നു അത് ഒരുപാട് പേർക്ക് ഫെമിലിയർ ആയിരിക്കും, മിക്കവരുടെ വീട്ടിലും കാണും. അപ്പം ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. അപ്പം ഇത്തവണ പോയപ്പോഴത്തേക്കും 2 കുപ്പിയോടെ എടുത്തു. നല്ല ക്വാളിറ്റിയുള്ള കുപ്പിയാട്ടോ. പിന്നെ ബില്ലിംഗ് സെക്ഷൻ്റെ അവിടെ പോയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ബാഡ്മിന്റൺ ബാറ്റും കോക്കും ഒക്കെ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കളിക്കണം എന്നുള്ളൊരു കൊതി കാരണം ഇങ്ങനെ 2 ബാറ്റും കോക്കും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഡിക്കാത്തലോണില് നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്താണ് ഇച്ചാന് 1-2 സാധനങ്ങൾ എക്സ്ട്രാ നമ്മള് തേടിപ്പോയ സാധനം കിട്ടിയില്ല അല്ലേ? ഒരു എന്താ പറയണത്, ഒരു കൂളിംഗ് ഗ്ലാസ്. നല്ല ഗ്ലാസ് ആയിരുന്നു അല്ലേ? എന്റെ ഉണ്ടായിരുന്ന നല്ലതായിരുന്നു. ഇപ്പൊ അതിന്റെ ഭയങ്കര വലുതൊക്കെ ഇരിക്കണം. അപ്പൊ അത് ഹെൽമെറ്റ് വെച്ചിട്ട് വെക്കാൻ പറ്റൂല. ബൈക്കിൽ പോകുമ്പോ അത് വെക്കുമ്പോ ഭയങ്കര പൊടി അടിക്കൂല, സൂര്യപ്രകാശം ഭയങ്കര നൈസായിട്ടേ കിട്ടുള്ളൂ. നമുക്ക് നല്ല ഇതാണ് അത്. പക്ഷെ അതിന്റെ വലുതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ഒന്ന് തപ്പാം. ചിലപ്പോ എവിടെയെങ്കിലും അത് പോയി കാണും, ഹോട്ടലിൽ എവിടെയെങ്കിലും പോയി കാണും. അത് ശരി. അപ്പൊ അത് കിട്ടിയില്ല. പക്ഷെ ഇച്ചന് വേറൊരു ഷൂസ് കിട്ടി. അപ്പം അത് ഇച്ചന് നല്ല യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അല്ലേ ജയ? അപ്പം അങ്ങനെ 1-2. പിന്നെ ഞാൻ മെയിനായിട്ട് ടവൽ, എനിക്ക് ടവൽ വേണമായിരുന്നു. അപ്പം അത് മഴക്കാലത്ത് ടവൽ ഉണങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പം ഞങ്ങൾ ഒരു 3-4 ടവലൊക്കെ എടുത്തു. പിന്നെ ഹാൻഡ് ടവൽസ് എടുത്തു. പിന്നെ ഞങ്ങളൊരു എന്താ പറയണത് 2 എന്താ പറയുക ബാഡ്മിന്റൺ കളിക്കാനല്ലേ, നമ്മള് ഷട്ടിൽ ബാറ്റും കോക്കും ഒക്കെ എടുത്ത് എവിടെ കളിക്കണം എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. നമ്മുടെ മിക്കവാറും മുകളില് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന അവിടെ ആയിരിക്കും കളിക്കാന്ന് വിചാരിച്ചു. അവിടെ ഇപ്പൊ സ്ഥലം ഉണ്ടല്ലോ കളിക്കാനായിട്ട്, സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കളിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാഡ്മിന്റൺ. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ എന്താ പറയണത്, വീട്ടില് കസിൻസൊക്കെ ആയിട്ട് ഞങ്ങൾ എപ്പോഴും കളിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാഡ്മിന്റൺ കളിക്കാനായിട്ട്. അത്യാവശ്യം നന്നായിട്ട് കളിക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഞാൻ ആകെപ്പാടെ എനിക്ക് സ്പോർട്സിൽ ഇഷ്ടം ഉള്ളതും കളിക്കാനും അതുപോലെ തന്നെ കാണാനും പിന്നെ സമയം എത്ര അതിൻ്റെ ഇന്ന് കഴിഞ്ഞാൽ ഒട്ടും എനിക്ക് സമയം പോകണമെന്ന് അറിയത്തേ ഇല്ല. അപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഗെയിമാണ് ബാഡ്മിന്റൺ. അപ്പം ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ജയ? ഇച്ചാനാണെങ്കിൽ പഠിപ്പിച്ചെടുക്ക. ഇച്ചാൻ ക്രിക്കറ്റിന്റെ ആളാണേ. നമ്മള് പിന്നെ ക്രിക്കറ്റ് കൊച്ചു പ്രായത്തിൽ വള്ളി നിക്കറ വിട്ടുകൊണ്ട് ക്രിക്കറ്റ് കളിക്കാനല്ലേ പോയത്.
ക്രിക്കറ്റും എല്ലാം കളിക്കും. ഞാൻ അപ്പൊ സമയത്ത് നല്ല സ്കേർട്ട്, സാനിയെ പോലെ സ്കേർട്ടൊക്കെ ഇട്ടിട്ട്, പക്ഷെ ടെന്നീസ് അല്ല ബാഡ്മിന്റൺ ആണ് നമ്മൾ കളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും എൻ്റെ ബ്രദറും ഒരു ടീം, അപ്പുറത്തെ എൻ്റെ കസിൻ ബ്രദർ മുത്തും വാവയും അവരൊരു ടീമാണ്. അപ്പൊ നമ്മൾ എന്താ പറയണ ആ ഒരു രീതിയിൽ തന്നെ. കാരണം എൻ്റെ അച്ഛൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറാണ്. അപ്പൊ അച്ഛൻ തന്നെ നമുക്ക് കോർട്ടൊക്കെ സെറ്റ് ചെയ്ത് വന്ന് നമ്മളത് ഒരു എന്താ പറയുക ഒരു മാച്ച് പോലെ കളിക്കുമായിരുന്നു. അത്ര രസകരമായിട്ട് നമ്മൾ കളിക്കുമായിരുന്നു. അതൊക്കെ ഒരു കുട്ടിക്കാലം. എന്താ പറയാ, ഇനിയിപ്പോ മോളിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക്. പിന്നെ നമുക്ക് ഇച്ചായെന്ന് പറയുന്നത് എന്റെ ലെവലല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുട്ടികളോട് കളിക്കുന്ന പോലത്തെ രീതിയിൽ അങ്ങ് കളിക്കാം, അത്ര അല്ലേ? അങ്ങനെയൊന്നും അല്ല, ആൾക്ക് കളിക്കാനൊക്കെ അറിയാം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കിളത്തും. ഇപ്പൊ നിങ്ങളുടെ മുന്നേ വെച്ച് ഞാൻ കിളത്താണ് കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ പാപ്പന് ഇതുവരെ അവിടെ നിന്ന് കോളൊന്നും വന്നില്ല. നമ്മള് എന്തായാലും ഒരു 3-4 മണിക്കൂർ എടുക്കും എന്നുള്ളത് അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ അങ്ങ് വെച്ചത്. ഇപ്പൊ മഴയും ഇല്ല. വീട് എത്തുന്നവരെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നേനെ. കാരണം നമുക്ക് വീട്ടിലോട്ട് കയറാനായിട്ട് കുഞ്ഞു വഴിയാണല്ലോ. അപ്പം അത് വഴി പാപ്പുനെയും കൊണ്ട് കയറുന്ന നമ്മൾ നനഞ്ഞാലും കുഴപ്പമില്ല. പാപ്പുനെ നനയ്ക്കുക എന്ന് പറയുന്നത് ഇനി ബുദ്ധിമുട്ടാണ്. കാരണം കുളിച്ച് നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുമ്പോൾ ഇനി നനഞ്ഞാൽ ഇനി ശരിയാവത്തില്ല. സോ അമ്മ വീട്ടിൽ ചെല്ലണവരെ മഴ ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും ഒന്ന് പ്രാർത്ഥിക്കൂ പ്ലീസ്. അപ്പൊ വേറെ ഒന്നുമില്ല, നമ്മൾക്ക് ബാപ്പുവിന്റെ കോലം കാണാൻ എന്താന്നുള്ളത്. ഇവിടെ മാത്രം മീശ പോലെ കറുപ്പ്. लिंक किया था, कंफर्म അതാണ് ഞാൻ നോക്കിയത്. അവന് ലിപ്സ്റ്റിക് ഇട്ടെടുത്ത് വന്ന ഉടനെ എന്തെങ്കിലും ഇത് ലിപ്സ്റ്റിക് മനസ്സിലായോ? ലിപ്സ്റ്റിക് ആയി ആണോ? പാപ്പൂസേ നില്ല അല്ലെങ്കിൽ മകൾ വണ്ടി കയറിയിട്ട് അവൻ ഇപ്പൊ കുറെ നേരം കഴിഞ്ഞ് നമ്മൾ പക്ഷെ വെള്ളം ഉണ്ടല്ലോ. അങ്ങനെ മഴയൊന്നും ഇല്ല. ഞങ്ങൾ നേരത്തെ വീട്ടിലെത്തി. എന്താണ് മഴയ്ക്ക് മുന്നേ എത്തി. അതെന്തോ ഒരു ഭാഗ്യമായി. വന്നോടനെ തന്നെ പാപ്പു വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഗ്രൂട്ടിനും ഞങ്ങൾ പോകുന്നതിന് മുന്നേ കുറച്ച് ഭക്ഷണം കൊടുത്ത് ഇപ്പം അതിൻ്റെ ബാക്കി ഇപ്പം കൊടുക്കുന്നു. കാരണം അവനൊരു 4:30-5 മണിക്കാണ് അവൻ ഫുഡ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ സമയത്ത് ഇല്ലാത്തപ്പം നമ്മൾ പോകുന്നതിന് മുന്നേ കുറച്ച് കൊടുക്കും. അതിൻ്റെ പകുതി എന്ന് വെച്ചാൽ അവന് കൊടുക്കുന്ന എമൗണ്ടിൻ്റെ കുറച്ച് മുമ്പ് കൊടുത്തിട്ട് ബാക്കി പിന്നെ കൊടുക്കും. അപ്പം അങ്ങനെ വന്നു തളർന്നു ഗൈസ്. മഴയാണെങ്കിലും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ വേറെ എന്താ, പിന്നെ ഇനി കുനാഫ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയാണ് ടേസ്റ്റ് എന്നൊക്കെ ഒന്ന് അറിയണം. ഒന്ന് ട്രൈ ചെയ്യണം. ഞാനെല്ലാം കുനാഫ ഭയങ്കര ആഗ്രഹമായിരുന്നു കഴിക്കാനായിട്ട്. ഞാൻ വിചാരിച്ച അത്ര മധുരമില്ല. ഒരു ഇതാണ് പനീർ, ഇതാണ് ഇതിൻ്റെ അകത്തുള്ളത്. കൊള്ളാം. തുടക്കത്തിൽ അത് കഴിച്ചു തോന്നില്ല. കൊള്ളാം കൊള്ളാം. മിൽക്ക് മെയ്ഡ് പാല് ഇതൊക്കെ എന്തോ ഒരു ടേസ്റ്റ് അല്ലേ. നെയ്യ് മത്ത് പിടിക്കണില്ല. എത്ര വേണമെങ്കിലും കഴിക്കാം.
പക്ഷെ കൊള്ളാം, ടേസ്റ്റ് ഉണ്ടല്ലേ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം കുനാഫയൊക്കെ കഴിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് നമ്മൾ എൻഡ് ചെയ്യാണ്. വേറെ ഒന്നുമില്ല, ഇത്രയോടും. അപ്പം ഇനി ഞാൻ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വ്ളോഗുകൾ ചെയ്യാം കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ നടക്കുമെന്ന് അറിയണം. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ. കുനാഫ ഇഷ്ടപ്പെട്ടല്ലേ? കൊള്ളാം കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ. അയ്യോ, എന്താണ് എന്താണ് ഇപ്പൊ പാപ്പുവിന്റെ മൈൻഡ് വോയിസ് പറയട്ടെ. അല്ല, എന്നെ വീഡിയോ എടുക്കണോ? പറഞ്ഞിട്ടൊക്കെ വേണ്ടേ എടുക്കണ്ടേ? ചോദിച്ചിട്ട് പറഞ്ഞിട്ടല്ലേ എടുക്കണ്ടേ? പാപ്പു നീ ഉറക്കമായിരിക്കും. അപ്പുട്ടി